ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ നല്ല ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, വചന ശുശ്രൂഷയിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കൃപയുടെ അഭിഷേകത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ. ഞങ്ങളിൽ രോഗികളുണ്ട്, അസ്വസ്ഥതകളുള്ളവരുണ്ട്. കർത്താവെ, സാമ്പത്തികമായ കടബാധ്യതകളിൽ തകർന്നു കഴിയുന്നവരുണ്ട്. മാനസികമായി ഒത്തിരി ക്ലേശങ്ങളും വേദന അനുഭവിക്കുന്നവരുണ്ട്. ഈശോയെ, ഞങ്ങളെല്ലാവരെയും നീ സ്പർശിക്കണമേ. ആണിപ്പഴുതകളുള്ള അനുഗ്രഹത്തിൻ്റെ കരം ഇപ്പോൾ ഞങ്ങളുടെ മേൽ നീട്ടിപ്പിടിക്കണമേ. കർത്താവെ, നിൻ്റെ തിരുരക്തം ഞങ്ങളുടെ ശിരസിലേക്ക് ഇപ്പോൾ ഇറ്റിറ്റ് വീഴട്ടെ. ഞങ്ങളെ തിരുരക്തം കൊണ്ട് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയുടെ സമയം മുഴുവൻ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. കർത്താവേ, നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് വലിയ നദിയായി ഒഴുകി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും കൃപകളും കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിയ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം: അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഈ ഉറക്കത്തെക്കുറിച്ച് ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു. നിദ്ര, ഉറക്കം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ശാരീരികമായിട്ടുള്ള ഉറക്കത്തെക്കുറിച്ചോ നിദ്രയെക്കുറിച്ചോ ഒന്നും അല്ല ഇവിടെ സംസാരിക്കുന്നത്. ആത്മീയ ജീവിതത്തിലെ ഉറക്കം, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള നിദ്ര. പ്രിയപ്പെട്ടവരെ, ഉറക്കമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിദ്ര എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. ഇന്ന് പലർക്കും ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അത് ശാരീരികമായ നിദ്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒത്തിരി ആളുകൾ ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങുന്നവരാണ്. ഭയമുള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഭയമില്ല, നിർഭയരായി ജീവിക്കുന്നവർക്കാണ് സമാധാനത്തിൽ ഉറങ്ങാൻ സാധിക്കുക. അത് ശാരീരികമായ ഉറക്കം. പക്ഷെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ശാരീരികമായ ഉറക്കത്തെക്കുറിച്ചല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഉറക്കത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ആത്മീയമായ ജീവിതത്തിൽ അനേകം ആളുകൾ ഉറങ്ങിക്കഴിയുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ വളരെ ശക്തമായി ഉദ്ബോധിപ്പിക്കുന്നു. മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ ഉണർന്ന സുബോധമുള്ളവരായിരിക്കാം. ഉറക്കത്തിൽ ബോധമില്ല നമുക്ക്. പലപ്പോഴും നമ്മൾ ഉറക്കത്തിൽ പലതും പറയും, കൈയും കാലും ഒക്കെ എടുത്തിടും, ചിലർ കട്ടിലിൽ നിന്ന് താഴെ പോവും. അത് ബോധമില്ലാത്തത് കൊണ്ടാണ്. ഉറങ്ങിക്കഴിയുന്നവർ സുബോധമില്ലാത്തവരാണ്. ഉണർന്ന് സുബോധമുള്ളവരാകാം. ദൈവവചനത്തിൻ്റെ അഭിഷേകം. പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനം: മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചുറ്റുമുള്ളവർ ഉറങ്ങുന്നവരായിരിക്കും, അവർ സുബോധമില്ലാത്തവരായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ കർത്താവിനാൽ വിളിക്കപ്പെട്ടവനാണ്. ഞാൻ എൻ്റെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ഐ ആം കോൺസെക്രേറ്റഡ്. അപ്പം ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല. മറ്റുള്ളവർ ഉറങ്ങിക്കഴിഞ്ഞാലും, മറ്റുള്ളവർ പാപത്തിൽ ജീവിച്ചാലും, അവർ പള്ളിയിൽ പോകാതിരുന്നാലും, അവർ പ്രാർത്ഥിക്കാതിരുന്നാലും, അവർ ആത്മീയ ജീവിതത്തിൽ നിന്നും പുറകിൽ പോയാലും, ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. എന്നെ ദൈവം വിശുദ്ധീകരിച്ചതാണ്. ഐ ആം കോൺസെക്രേറ്റഡ്. സോ ഞാൻ അതുകൊണ്ട് ഞാൻ ഉറങ്ങി ജീവിക്കാൻ സാധിക്കില്ല, ചെയ്യാൻ പാടില്ല. ഞാൻ സുബോധമുള്ളവനാകണം. പ്രിയപ്പെട്ടവരെ, ജെറമിയായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വചനം: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പ്രിയപ്പെട്ടവർ, നമ്മൾ സാധാരണക്കാരല്ല. ദൈവം നമ്മളെ വിളിച്ചത്, നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റിയവരാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ നമുക്കറിയാം ദൈവം നമ്മളെ സ്വന്തമാക്കി മാറ്റുന്നുണ്ട്. നമുക്കൊക്കെ ഒരു ദൈവനാമമുണ്ട്, ദൈവത്തിൻ്റെ ഒരു പേര് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വിശുദ്ധീകരണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്? ഈ കോൺസക്രേഷൻ, ഈ പവിത്രീകരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്? എന്നാലോചിച്ച് നോക്കിക്കേ. നമുക്കറിയാം ഈ കോൺസക്രേഷൻ എന്ന പദം, എന്ന വേർഡ്,
നമ്മൾ ഉപയോഗിക്കുന്നത്. പഴയകാലത്തൊക്കെ ദ കോൺസെക്രേഷൻ ഓഫ് ദ കത്തീഡ്രൽ, വലിയ വലിയ ദേവാലയങ്ങളുടെ കോൺസെക്രേഷൻ എന്ന് പറയും. ബിഷപ്പ്, പിതാവ് വന്ന് വിശുദ്ധ തൈലത്തിൽ പെരുവിരൽ മുക്കി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്കടുത്ത് ഒരു ചെറിയ മാർബിൾ കഷണത്തിൽ ഒരു കുരിശിൻ്റെ ചിഹ്നം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പല പള്ളികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ഈ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് ദേവാലയത്തെ വിശുദ്ധീകരിച്ച് പവിത്രീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നു. അതാണ് പവിത്രീകരണം, കോൺസെക്രേഷൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇതുപോലെ എൻ്റെ ശരീരമാകുന്ന ആലയത്തിൽ പുരോഹിതൻ വിശുദ്ധ തൈലം കൊണ്ട് എന്നെ കുരിശ് വരച്ച് മുദ്രയിട്ട് വിശുദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ മാമോദീസായിലാണത്. നമ്മളിൽ പലർക്കും ഓർമ്മയുണ്ടാകില്ല, പക്ഷേ നമ്മൾ മറ്റു കുഞ്ഞുങ്ങൾക്കൊക്കെ മാമോദീസ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വൈദികൻ വിശുദ്ധ തൈലത്തിൽ പെരുവിരൽ മുക്കി കുഞ്ഞിൻ്റെ നെറ്റിയിലും ഹൃദയത്തിലും ഒക്കെ കുരിശ് വരച്ച് ആ കുഞ്ഞിനെ പവിത്രീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ആ കുഞ്ഞിനൊരു പേരും കൊടുക്കും. മത്തായി, അന്നമ്മ, മേരി എന്നൊക്കെ വിളിച്ചിട്ട് അച്ഛൻ മാമോദീസ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ദൈവം ഇങ്ങനെയാണ്. ദൈവം ഇഷ്ടപ്പെടുന്നവരെ വിളിക്കും, അവരെ പേര് വിളിക്കും, അവരെ വിശുദ്ധീകരിക്കും, അവരെ പവിത്രീകരിക്കും, അവരെ സ്വന്തമാക്കി മാറ്റും. നമ്മൾ അങ്ങനെയുള്ള സാധാരണക്കാരല്ല. നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങിക്കഴിയാൻ പാടില്ല. ആത്മീയ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഉറങ്ങുന്നവരെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നവർ മരിച്ചതിന് സമാനമാണ്. ജീവിതത്തിൽ എല്ലാം ഒന്ന് ഉറങ്ങി ഒന്ന് മരിച്ചു കിടക്കുന്ന അവസ്ഥ. ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ അനേക വർഷങ്ങളായി പള്ളിയിൽ പോകാത്തവർ, പ്രാർത്ഥിക്കാത്തവർ, ജീവിതത്തിൽ നിരാശയിൽ കഴിയുന്നവർ, ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവർ, സഭയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവർ, പ്രാർത്ഥനയില്ലാത്തവർ, ബൈബിൾ വായിക്കാത്തവർ എല്ലാം ഈ ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിക്കഴിയുന്നവരാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം സഹോദര സഹോദരി നിന്നെ മുറിപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വചനം ശക്തമായി നിന്നോട് ആവശ്യപ്പെടുന്നു. ഉറങ്ങിക്കഴിയാതെ, മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ. നീ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്, നീ പേര് വിളിക്കപ്പെട്ടവനാണ്, നിന്നെ ദൈവം സ്വന്തമാക്കിയതാണ്. ഉറങ്ങിക്കഴിയാതെ സുബോധമുള്ളവനായി ഉണർന്ന് എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവർ, ഉറക്കം നമുക്കറിയാം 2 തരത്തിലുണ്ട്. സാധാരണ ഉറക്കവും ഗാഢനിദ്ര. സാധാരണ നിദ്ര, ഗാഢനിദ്ര. ഈ ഉറങ്ങുന്നവരെ ഉണർത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. നമുക്കറിയാം, ഉറങ്ങുന്നവരെ നമ്മളൊന്ന് തട്ടി വിളിച്ചാൽ അവർ എഴുന്നേക്കും. പക്ഷെ ചിലർ ഉറക്കം നടിക്കുന്നവരുണ്ട്, അവരെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവർ ആക്ടിങ് ആണ്. ആത്മീയ ജീവിതത്തിൽ അങ്ങനെയുണ്ട്. ചിലർ ആക്ടിങ് ക്രിസ്ത്യൻസ് ഉണ്ട്, ആക്ടിങ് വിശ്വാസികൾ. അവർ വലിയ വിശുദ്ധരായിട്ട് ആക്ട് ചെയ്യും, അഭിനയിക്കും. പ്രിയപ്പെട്ടവരെ, അവരെ ഉണർത്താൻ വലിയ പാടാണ്. പക്ഷെ സാധാരണ ജനം, സിമ്പിൾ പീപ്പിൾ, അവരെ ഉണർത്താൻ എളുപ്പമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പെട്ടെന്ന് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു ഉജ്ജീവനം ഈ കാലത്ത് നമുക്ക് ആവശ്യമാണ്. ഇത് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിയായ അഭിഷേകമായി ചലിച്ച് നമ്മളിൽ വലിയ ഒരു ഉണർവ് പരിശുദ്ധാത്മാവ് തരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ച് കടന്നു കളഞ്ഞു. അപ്പോൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഉറങ്ങുമ്പോൾ ശത്രു വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ശത്രു, കള്ളനൊക്കെ രാത്രിയിലാണ് വരുന്നത്. കാരണം എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ശത്രു വരില്ല, അല്ലെങ്കിൽ കള്ളൻ വരില്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മുടെ ശത്രു നമ്മളെ നശിപ്പിക്കാൻ വരുന്നത്. ആത്മീയ ജീവിതത്തിലും ഒരു ശത്രു നമുക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആരാണ് നമ്മുടെ ശത്രു? ശത്രു ആരാന്ന് ചോദിക്കുമ്പോൾ ചിലരൊക്കെ പറയും, അച്ഛാ ഭർത്താവാണ് ശത്രു, ഭാര്യയാണ് ശത്രു, മക്കളാണ് ശത്രു. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു ശത്രുവുണ്ട്, അത് പിശാചാണ്. ആ പിശാച് എൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ ആത്മീയ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. വചനം പഠിപ്പിക്കുന്നു, എല്ലാവരും ഉറങ്ങിയപ്പോൾ അവൻ്റെ ശത്രു വന്നു. ശത്രു വന്നിട്ട് എന്താ ചെയ്യുന്നേ? അവൻ ആത്മീയ ജീവിതത്തിൽ കളകളുടെ വിത്ത് വിതച്ചിട്ട് പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രു വളരെ പവർഫുള്ളാണ്, ശക്തിയുള്ളവനാണ്, ബലമുള്ളവനാണ്. അവന് നമ്മുടെ ബലഹീനതകൾ അറിയാവുന്നവനാണ്. അപ്പോൾ ഈ ശത്രു നമ്മൾ ഉറങ്ങിക്കഴിയുകയാണെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് കളകളുടെ വിത്ത് വിതയ്ക്കും. അത്
സംശയത്തിൻ്റെ കളകളാണ്, രോഗത്തിൻ്റെ കളകളാകാം, വഴക്കിൻ്റെ, കലഹത്തിൻ്റെ, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, പുകവലിയുടെ, വ്യഭിചാരത്തിൻ്റെ, പാപത്തിൻ്റെയൊക്കെ വിത്തുകൾ നമ്മൾ വിതച്ചിട്ട് പോകും. നമ്മളറിയില്ല. കുറേ കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദര സഹോദരി, അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ഉണർന്നിരിക്കുക. 24 hours, 24 മണിക്കൂറും ഉജ്ജീവനത്തോടെ, ഉണർവോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ ശത്രു അവനെ തൊടാൻ പറ്റൂല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർന്നിരിക്കുന്നവർക്ക്, ആത്മീയ ജീവിതത്തിൽ ഉന്മേഷമുള്ളവർക്ക്, ഉണർവുള്ളവർക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ വേലി ലഭിക്കും, സംരക്ഷണം ലഭിക്കും. ജോബിനൊക്കെ കർത്താവ് നൽകിയതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരു ശത്രു, ശക്തമായ ഒരു ശത്രുവുണ്ട്. ആത്മീയ ജീവിതത്തിന് നമുക്ക് തടസ്സം ചെയ്യുന്ന ഒരു ശത്രു, അത് പിശാചാണ്. ഞാൻ ചിലപ്പോൾ ഒക്കെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ് ഈ പിശാചിന് നമ്മളോടൊക്കെ ഇത്ര ദേഷ്യം? നമ്മൾ അവനൊന്നും അന്യായമായിട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പിശാചിന് ഒരു അന്യായം ചെയ്തിട്ടില്ല. അവനോട് പൈസ കടം മേടിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല, അവനെ വഴക്ക് പറഞ്ഞിട്ടില്ല, തെറി വിളിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ പിശാചിന് എന്നോട് ഇത്രയും ദേഷ്യം എന്താ? ഞാൻ എന്തോരം പ്രാവശ്യം നന്നാകണമെന്ന് ശ്രമിച്ചാലും പിശാച് എന്നെ പിന്നെയും പിന്നെയും വീഴിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നോട് എന്തിനാ ഇത്ര കോപം? എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? അപ്പോൾ കർത്താവിൻ്റെ വചനം നൽകിയ ഉത്തരവിതാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, സ്വർഗത്തിലൊരു വലിയ പാട്ടുകാരനുണ്ടായിരുന്നു, ഭയങ്കര പാട്ടുകാരനാണ്. അവൻ്റെ പേര് ലൂസിഫർ എന്നാണ്. അവൻ പാടുമ്പോൾ ആളുകളൊക്കെ സന്തോഷത്തോടെ അവന് ചുറ്റും കൂടിയിരിക്കും. എന്നും സ്വർഗത്തിൽ വൈകുന്നേരങ്ങളൊരു പാട്ട് കച്ചേരിയുണ്ട്. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്നിരിക്കും. അപ്പോൾ ലൂസിഫർ ഗിറ്റാറും വയലിനും വീണയൊക്കെ എടുത്ത് അവൻ പാടാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം, അപ്പോൾ ഈ ലൂസിഫർ പാടുമ്പോൾ അനേകം സ്വർഗത്തിൽ കോടാനുകോടി ആളുകളുണ്ട് കേട്ടോ, മാലാഖമാരും വിശുദ്ധരൊക്കെ ആയിട്ട്. അപ്പോൾ അവരെല്ലാം വന്നിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവന് പതുക്കെ ഒരു അഹങ്കാരം അങ്ങനെ തുടങ്ങി. അപ്പോൾ ഈ സ്വർഗത്തിൽ എനിക്ക് എന്തോരം ഫാൻസാ, എന്തോരം ജനസമ്മതിയാണ്. അപ്പോൾ അങ്ങനെ അത് അഹങ്കാരമായിട്ട് ലൂസിഫറിൽ അങ്ങ് വളർന്നു. അപ്പോൾ ഒരു ദിവസം ലൂസിഫർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു. ദൈവം ഈവനിങ് നടക്കാൻ പോകും, വാക്കിംഗ് പോകും. ദൈവം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, നമ്മളെപ്പോലെയാണ്. സംശയം ഉണ്ടെങ്കിൽ ബൈബിൾ വായിച്ചറിയാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുണ്ട്. വെയിലാറിയപ്പോൾ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ സ്വരം കേട്ടു. ഉലാത്തുക എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആണ്. അപ്പം ഇന്ന് ദൈവം ഒരു ദിവസം വൈകിട്ട് പോയ സമയത്ത് കാലിയാണ് ചെയർ, കസേര. ലൂസിഫർ കയറിയിരുന്നു. അപ്പോൾ ദൈവം തിരിച്ചു വന്നപ്പോൾ കസേരയിൽ ആരുണ്ട്? ലൂസിഫറുണ്ട്. ദൈവം ചോദിച്ചു, എന്താ പരിപാടി? അപ്പോൾ അവൻ തിരിച്ചു ചോദിച്ചു. അത്രയും അഹങ്കാരമായി അവൻ്റെ. എന്നിട്ട് ലൂസിഫർ ദൈവത്തോട് പറഞ്ഞു, നമുക്കൊരു വോട്ടെടുപ്പ് നടത്താം. ഇവിടെ ആർക്കാണ് ഏറ്റവും ജനസമ്മതി കൂടുതൽ? അതനുസരിച്ച് സിംഹാസനം നമുക്ക് പങ്കിടാം. ദൈവം അവൻ്റെ വാലെ പിടിച്ചൊരു ചുറ്റിച്ച് ഒരു ഒറ്റ ഏറ് കൊടുത്ത് അവനെ അവൻ്റെ കൂട്ടുകാരെയും, അവരാണ് ഭൂമിയിൽ പതിച്ചവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് ഈ ലൂസിഫറിനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു, നല്ല പാട്ടുകാരനൊക്കെയാണ്. പക്ഷെ അവൻ അഹങ്കാരത്തിൻ്റെ കൂത്തരങ്ങായി മാറി അവനെ ദൈവം വലിച്ച് പുറത്തെറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഭയങ്കര വിഷമായി. ഈ ലൂസിഫർ ഇരുന്ന കസേരയിലോട്ട് നോക്കുമ്പോൾ അവിടെ ആരുമില്ല, അത് ഒഴിഞ്ഞു കിടക്കുന്നു. ദൈവത്തിന് ഭയങ്കര വിഷമായി, ഒരു പശ്ചാത്താപം, മനസ്താപമായി. എന്ത് ചെയ്യണം? അങ്ങനെ ദൈവം ഒരു കാര്യം ചെയ്തു. കാലിയായ ലൂസിഫറിൻ്റെ കസേരയിൽ ഒരാളെ ഇരുത്താൻ വേണ്ടി ദൈവം മണ്ണുകൊണ്ട് സ്വന്തം ഛായയിലും രൂപത്തിലും ഒരാളെ ഉണ്ടാക്കി. എന്നിട്ട് അവനിലേക്ക് സ്വന്തം ആത്മാവിനെ ഊതി പ്രവേശിച്ചു. എന്നിട്ട് ഈ ലൂസിഫറിൻ്റെ കസേരയിൽ ഇരുത്തി. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു കാരണം കൊണ്ടാണ് ലൂസിഫറിന് നമ്മളോട് ഇത്രയും ശത്രുത. നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നിങ്ങളുടെ അപ്പന് നിങ്ങൾ ഒരു മകന് അല്ലെങ്കിൽ ഒരു മകളാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അപ്പന് ഭയങ്കര ദേഷ്യമാണ്, നിങ്ങൾക്ക് അതിലും വരട്ടെ ദേഷ്യമാണ്. അപ്പോൾ എന്നും വീട്ടിൽ വഴക്കാണ്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വഴക്കുണ്ടാക്കി. നിങ്ങൾ അപ്പനോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എൻ്റെ തന്തയല്ല. അപ്പനോട് വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ എൻ്റെ അപ്പനുമല്ല, എനിക്ക് നിങ്ങളായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി. നിങ്ങളുടെ അപ്പന് ഭയങ്കര ദേഷ്യം, അപ്പൻ നിങ്ങളെക്കാളും ദേഷ്യം. അപ്പൻ എന്ത് ചെയ്തു? ഇനി ഈ മേലെ പടി കയറിയേക്കരുതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ട് അപ്പൻ ആ വാശിക്ക് അപ്പൻ എന്ത് ചെയ്തു? ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട അപ്പൻ്റെ മുഴുവൻ സ്വത്തും ഈ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ കുഞ്ഞ് നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. 8 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. നിങ്ങളോട് ഒരു ദേഷ്യവും ആ കുഞ്ഞുണ്ടായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും? സാഹചര്യം കിട്ടുമ്പോൾ ഞെക്കിക്കൊല്ലും. കാരണം നമുക്ക് ആ കുഞ്ഞിനെ കണ്ടലാവൂല. കാരണം എന്താ? കാരണം ഒന്നുമില്ല. നമുക്ക് ആ കുട്ടി നമുക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് കിട്ടേണ്ട സ്വത്ത് ഈ കുഞ്ഞിന് കിട്ടി. അതാണ് കാരണം. പിശാച് ഇതുപോലെയാണ്. പിശാചിൻ്റെ സ്ഥാനം കർത്താവ്, അതായത് ലൂസിഫറിൻ്റെ കസേര ദൈവം നമുക്ക് തന്നു.
ദൈവത്തിന് ഏറ്റവും അടുത്തുള്ള സ്ഥാനം. ഇതുകൊണ്ട് ലൂസിഫർ നമ്മളെ കണ്ടാലാകൂല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഈ ലോകത്തിൽ മനുഷ്യനെ വീഴിക്കാൻ വേണ്ടിയാണ് ഇവ നടക്കുന്നത്. എങ്ങനെയെങ്കിലും മനുഷ്യനെ വീഴിക്കുക, എങ്ങനെയെങ്കിലും അവനെ നശിപ്പിക്കുക. അതാണ് ലൂസിഫറിൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ വലിയ ഉണർവ്, വലിയ ഉന്മേഷം, നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഈ നമ്മുടെ ശത്രു അവൻ നമ്മളെ നശിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഒരു ഗ്യാപ്പ് കൊടുത്ത് നോക്കിക്കേ. ഇപ്പം ഞാൻ പറയാം, നിങ്ങൾ സ്ഥിരമായി ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഡെയിലി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഒരു ദിവസം നല്ല തണുപ്പ്, ഇന്ന് പോകണ്ടെന്ന് വെച്ചു. ഞാൻ പറയട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. നിങ്ങളൊരു ഗ്യാപ്പ് കൊടുത്താൽ ഈ ഗ്യാപ്പിൽ കൂടെ നിങ്ങളുടെ ശത്രുവായ പിശാച് നിങ്ങളുടെ ഉള്ളിൽ വരും, അവൻ നിങ്ങളെ നശിപ്പിക്കും. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന, സ്ഥിരമായി കുടുംബ പ്രാർത്ഥന ചെല്ലുന്നവരാണെന്ന് വിചാരിക്കുക. ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കി. പ്രിയപ്പെട്ടവരെ, ഒരു 4-5 ദിവസം കുടുംബ പ്രാർത്ഥന ചെല്ലാൻ പറ്റില്ല. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പിശാച് നമുക്ക് തരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല, എപ്പോഴും ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകം ആളുകൾക്ക് ഈ അനുഭവം ഉണ്ട്. എനിക്കറിയാം, നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളെങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഉറങ്ങി ഗ്യാപ്പ് കൊടുത്ത് പിശാച് ജീവിതത്തിൽ കയറി നശിപ്പിക്കപ്പെട്ട അനേകം വ്യക്തികൾ ഈ ശാലോം ടിവിയുടെ മുൻപിലിരുന്ന് വചനം കേൾക്കുന്നുണ്ട്. സഹോദര സഹോദരി, ഈ ദൈവവചനം ഇന്ന് നിങ്ങളിലെ മുറിപ്പെടുത്തട്ടെ. ദൈവവചനം നിങ്ങളിലൂടെ ഇന്ന് ശക്തമായി പ്രവർത്തിക്കട്ടെ. ആത്മീയ ജീവിതത്തിൽ ശക്തിയുള്ളവരായി, വചനത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുന്നവരായി, പരിചയം വാളും ഒക്കെ പിടിച്ച് ശത്രുവിനെതിരെ പോരാടാൻ ശക്തിയുള്ളവരായിട്ട് നമുക്ക് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങിയാൽ എന്ത് സംഭവിക്കുന്ന നമ്മൾ കണ്ടത്. എന്നാൽ ദൈവം നമ്മളിൽ ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നും വചനം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദിവസം യേശുവും അപ്പസ്തോലന്മാരും കൂടെ കടലിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. കർത്താവിന് ക്ഷീണമായി. കർത്താവ് പതുക്കെ ആ തോണിയുടെ അമരത്ത് തലയൊക്കെ വെച്ച് അങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങി. നമുക്കറിയാം, കർത്താവ് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് എന്താ സംഭവിച്ചത്? കടല് പ്രക്ഷുബ്ധമായി, തിരമാലകൾ ആഞ്ഞടിച്ചു, കൊടുങ്കാറ്റടിച്ചു, നശിച്ചു പോകാൻ തുടങ്ങുന്നൊരവസ്ഥയാണ്. അപ്പോഴത്തേനും ശിഷ്യന്മാർ കൂവി നിലവിളിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞങ്ങൾ നശിക്കാൻ പോവാ, ഞങ്ങൾ മരിക്കാൻ പോവാ, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പോൾ ദൈവം ഉറങ്ങിയാലും പ്രശ്നമാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ ഉറങ്ങാൻ പാടില്ല. ദൈവത്തെ നമ്മൾ എപ്പോഴും വിളിച്ചുണർത്തിക്കൊണ്ടേയിരിക്കണം. കർത്താവിനെ നമ്മുടെ ജീവിതത്തെ ഉറങ്ങാൻ വിടരുത്. നമ്മളും ഉറങ്ങാൻ പാടില്ല, ദൈവത്തെയും ഉറങ്ങാൻ വിടാൻ പാടില്ല. എപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഈ കരിസ്മാറ്റിക് നവീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എപ്പോഴും ദൈവത്തെ വിളിക്കുന്ന ഒരു സ്വഭാവം. യേശുവേ, ഹല്ലേലൂയ, കർത്താവെ രക്ഷിക്കണമേ. ഇതൊക്കെ ഒരു വലിയ ഉണർത്തലാണ്. ദൈവത്തെയും നമ്മുടെ ജീവിതത്തിൽ കർത്താവും ഉറങ്ങാൻ വിട്ടുകൊടുക്കരുത്. അങ്ങനെ പ്രിയപ്പെട്ടവർ, ഒരു വലിയ ആത്മീയ മുന്നേറ്റത്തിൻ്റെ, ഒരു ആത്മീയ ഉണർവിൻ്റെ, ഒരു ആത്മീയ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവർ, ആത്മീയ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ കണ്ട ചില പ്രത്യേക കാര്യങ്ങൾ. നമ്മുടെ ശത്രു വലിയ പവർഫുൾ ആവാൻ, എൻ്റെ ബലഹീനതകൾ അറിയുന്ന ശത്രുവാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിൻ്റെ ബലഹീനത കുറ്റം പറയുന്നതാണെങ്കിൽ, നിൻ്റെ ബലഹീനത പുകവലിക്കുന്നതാണെങ്കിൽ, നിൻ്റെ ബലഹീനത മറ്റുള്ളവരെ സഭയൊക്കെ താഴ്ത്തിക്കെട്ടുന്നതാണെങ്കിൽ, നിൻ്റെ ബലഹീനത എന്താ പറയുന്നത്, മോശമായത് കാണുന്നതാണെങ്കിൽ, ഈ ബലഹീനതയിലൂടെ നിൻ്റെ ശത്രുവായ പിശാച് കീഴ്പ്പെടുത്തും. അതങ്ങനെ സമൃദ്ധമായിട്ട് തരും. നമുക്കറിയാം, സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, എന്തോരം കുട്ടികളെ കഞ്ചാവിനൊക്കെ അടിമപ്പെട്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ, മൈസൂരിലൊക്കെ അനേകം കുഞ്ഞുങ്ങൾ കേരളത്തിൽ നിന്ന് മാതാപിതാക്കന്മാർ കൂലിപ്പണിയെടുത്ത്, പ്രിയപ്പെട്ടവരെ, കൂലിപ്പണിയെടുത്ത് ബാങ്കിൽ നിന്ന് കടം മേടിച്ച് മക്കളെ മൈസൂരിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ വിട്ടിട്ട് ആ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ചെന്ന് കൂട്ടുകെട്ടിൽപ്പെട്ട് കഞ്ചാവിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുകയാണ്. ഒരു നേരം ഭക്ഷണമില്ലെങ്കിൽ, സഹോദര മോനെ, നിൻ്റെ കൂട്ടുകാരൻ നിനക്ക് ഒരു നേരം ഭക്ഷണം മേടിച്ചു തരില്ല, പക്ഷേ വലിക്കാൻ സേറ്റെല്ലാം മേടിച്ചു തരും. ശ്രദ്ധിച്ചോ നിങ്ങൾ? കുടിക്കാനല്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും, പക്ഷേ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഫീസ് കെട്ടാൻ നിൻ്റെ കൂട്ടുകാരൻ നിനക്ക് പൈസ തരുമോ? ഇല്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളുക, നിന്നെ നശിപ്പിക്കാൻ നിൻ്റെ ശത്രുവായ പിശാച് നിൻ്റെ കൂട്ടുകാരനോട് പ്രവർത്തിക്കുന്നതാണ്. നിൻ്റെ ബലഹീനത അവനറിയാം. നിൻ്റെ ബലഹീനത കഞ്ചാവാണെങ്കിൽ, നിൻ്റെ ബലഹീനത മദ്യമാണെങ്കിൽ, നിൻ്റെ ബലഹീനത പുകവലിയാണെങ്കിൽ, നിന്നെ അതിലൂടെ തന്നെ നശിപ്പിക്കാനാണ് നിൻ്റെ ശത്രുവായ പിശാചിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് അവൻ അതിനെ സമൃദ്ധമായി, ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് തരും. അങ്ങനെ തന്നെ നശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതത്തിൽ വലിയ ഉണർവ് സഹോദര സഹോദരി നമുക്ക് ആവശ്യമാണ്. പ്രാർത്ഥനയിൽ, ദൈവസന്നിധിയിൽ പ്രഭാതത്തിൻ്റെ മണിക്കൂറുകളിലൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ അടിമപ്പെടാതെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും.
അത് നമുക്കൊരു വലിയ കൃപയായ അഭിഷേകമായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേർന്നിരിക്കാൻ സാധിക്കട്ടെ. ഈ വചനം നമ്മളിലൊരു ആഴമായ മുറിവ് ഉണ്ടാക്കട്ടെ. കർത്താവെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം ഇങ്ങനെ ഉറങ്ങി ആത്മീയ ജീവിതത്തിൽ കഴിഞ്ഞവനാണ്. കർത്താവ്, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ സാധാരണ വ്യക്തിയല്ല. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്. എൻ്റെ ദൈവം വിശുദ്ധീകരിച്ചതാണ്. എന്നെ ദൈവം പവിത്രീകരിച്ചതാണ്. ഞാൻ ഒരു സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് ഞാൻ ഉറങ്ങി ജീവിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും ഉണർന്നിരിക്കണം. എന്നിലൂടെ അനേകം പേര് ദൈവത്തെ അറിയണം. എന്നിലൂടെ അനേകം പേര് ദൈവത്തെ കാണണം. പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ ഒരു ആത്മീയ മാറ്റമായി, ഒരു മുന്നേറ്റമായി, ഒരു ഉണർവായി നമ്മിലേക്ക് മാറട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. സ്നേഹം തന്നെയായ നല്ല ദൈവമേ, കർത്താവ്, ഇത്രയും നേരം നീ ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ ടി വിയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ കരുണ തോന്നണമേ. അനേകം മക്കൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. കർത്താവെ, ജീവിതത്തിൽ നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ട്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ഈശോയെ, ജീവിതം വഴിമുട്ടിയവരുണ്ട്. കർത്താവെ, കടബാധ്യതകൾ കയറി എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്, വിവാഹങ്ങൾ നടക്കാത്തവരുണ്ട്. കർത്താവെ, കുടുംബത്തിൽ സമാധാനമില്ലാത്ത കണ്ണുനീരിൽ കഴിയുന്നവരുണ്ട്. ഈശോയെ, രോഗത്തിൻ്റെ പീഡയിൽ കർത്താവെ എഴുന്നേൽക്കാൻ സാധിക്കാതെ കട്ടിലിൽ കിടക്കുന്നവരുണ്ട്. കർത്താവെ, നീ ആരെയും കൈവിടുന്ന ദൈവമല്ല. നീ ഇമ്മാനുവലാണ്, കൂടെ ഇരിക്കുന്നവനാണ്. എൻ്റെ ഈശോയെ, ഈ ശുശ്രൂഷയുടെ അഭിഷേകം, ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ തന്നെ ഈ മക്കളിലേക്ക് പ്രവേശിക്കട്ടെ. അനേക രാജ്യങ്ങളിൽ കർത്താവെ, എത്രയോ കിലോമീറ്റർ ദൂരെയൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്ന മക്കളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, നിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇപ്പോഴും എപ്പോഴും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.